ഒരു പോസ്റ്റ് വായിക്കൽ മാത്രമാണ്. ഞാൻ തുഞ്ചത്തെഴുത്തച്ഛൻ സർവകലാശാലയിൽ 2024 മാർച്ച് മാസം ജോയിൻ ചെയ്ത ഒരു ഗവേഷകയാണ്. അന്നു മുതൽ അനുഭവിക്കേണ്ടി വന്ന പല പ്രശ്നങ്ങളും അധികാരികൾ കാണാത്തതുപോലെ അഭിനയിച്ചും നടപടി എടുക്കാതിരുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. സർവകലാശാലയിൽ ജോയിൻ ചെയ്ത അന്നു മുതൽ പല വിധത്തിലുള്ള വിവേചനങ്ങൾ ഞാൻ നേരിട്ടിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ പരിസ്ഥിതി പഠന വിഭാഗത്തിന് 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പോലും ഉപയോഗിക്കാൻ കൊള്ളാത്ത ലാബായിരുന്നു. ഞാൻ വന്ന വർഷം പുതുതായി പണി കഴിപ്പിച്ച ലാബ് കെട്ടിടത്തിലേക്ക് കുറച്ചധികം ഗ്ലാസ് വെയേഴ്സ്, യന്ത്രങ്ങൾ എന്നിവ വാങ്ങി. ഇവിടെ നിലവിൽ ലാബ് അസിസ്റ്റന്റ് ഇല്ല. ലാബിലേക്ക് ഉള്ള വസ്തുക്കളും ഇല്ല. ലാബിലേക്കുള്ള വസ്തുക്കളും കണക്കെടുത്തതും കഴുകിയതും അടുക്കി വെച്ചതും ഞാനും മറ്റൊരു പെൺകുട്ടിയുമായിരുന്നു. എടുത്താൽ പൊങ്ങാത്ത പെട്ടികളടക്കം എടുക്കണം. റെസ്റ്റ് ഇല്ലാതെ രാവിലെ 9:45 മുതൽ വൈകിട്ട് 5 വരെ പണിയെടുക്കണം. ശനിയാഴ്ചയും വന്ന് പൊടി തുടയ്ക്കണം, ക്ലീൻ ചെയ്യണം. 2015 മുതൽ ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ ചിതറി പൊടിച്ച് കിടന്ന റെക്കോർഡുകൾ, ഡെസർട്ടേഷൻസ്, പഠന സ്കൂളിലെ അന്നത്തെ ഡയറക്ടർ ഡോക്ടർ അരുൺ ബാബു വി എന്ന വ്യക്തിയും ജൈനി വർഗീസ് എന്ന മറ്റൊരു അധ്യാപികയുമാണ് ഇങ്ങനെ എന്നെ പണിയെടുപ്പിച്ചിരുന്നത്. രാവിലെ മുതൽ പണിയെടുത്താൽ ഉച്ചഭക്ഷണം കഴിക്കാൻ മാത്രം 15 മിനിറ്റ് സമയം കിട്ടും. അങ്ങനെ വന്ന ഉടനെ എനിക്ക് ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന്റെ ഫെലോഷിപ്പും UGC നെറ്റും ലഭിച്ചു. ഇത് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തി. അവർ ഡിപ്പാർട്ട്മെന്റിനകത്ത് എനിക്ക് കസേര നിഷേധിക്കാൻ തുടങ്ങി. ഭൗതിക സൗകര്യങ്ങൾ, അതായത് മേശ, കസേര, ഫാൻ മുതലായ വസ്തുക്കൾ ആവശ്യത്തിനില്ലാത്ത ഈ ഡിപ്പാർട്ട്മെന്റിൽ അരുൺ ബാബുവിന് പ്രത്യേക താല്പര്യമുള്ള ഒരു പെൺകുട്ടിയുടെ കാമുകൻ സ്ഥിരമായി എന്റെ സീറ്റ് കയ്യേറാൻ തുടങ്ങി. ഇങ്ങനെ എനിക്ക് ഇരിക്കാൻ ഇടമില്ലാതെ വരുമ്പോൾ ഞാൻ ലൈബ്രറിയിൽ പോയിരിക്കും. എന്നാൽ ലൈബ്രറിയിൽ അടയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇടയ്ക്ക് അധ്യാപകരെ കാണുമ്പോൾ ഒന്ന് ചോറ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കണം എന്നും ഡോക്ടർ ജൈനി പറഞ്ഞു. ഇതേ തുടർന്ന് കസേരയുടെ പ്രശ്നം അരുൺ ബാബുവിനെ അറിയിച്ചു. കസേരയില്ലെങ്കിൽ വരാന്തയിൽ നിന്നോളണം എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ പലതവണ മഴയത്ത് വരാന്തയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അക്കാദമിക്കായിട്ട് സഹായങ്ങൾ നൽകാത്തതിനെ പറ്റി ഞാൻ അരുൺ ബാബുവിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ തരലും സഹായിക്കലുമല്ല എന്റെ പണി എന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് പല ദിവസങ്ങളിലും ഇദ്ദേഹം ലീവായിരിക്കും. എന്നോടൊപ്പം വന്ന മറ്റ് ഗവേഷകർക്ക് ആവശ്യത്തിന് തിരുത്തലുകളും സഹായങ്ങളും ലഭിക്കുമ്പോൾ ഞാൻ മാത്രം ഒരു കുഷ്ഠരോഗിയെപ്പോലെ അകറ്റി നിർത്തപ്പെട്ടു. ആ സമയത്താണ് മറ്റൊരിടത്തു നിന്നും റിട്ടയറായ ഒരു പരിസ്ഥിതി ശാസ്ത്ര വിദഗ്ധൻ യൂണിവേഴ്സിറ്റിയിൽ വന്നത്. അദ്ദേഹത്തോടെ ഞങ്ങൾ ഗവേഷകർ എല്ലാവരും സംസാരിച്ചു. അദ്ദേഹത്തിന് എന്റെ ഗവേഷണ ഐഡിയ വളരെയധികം ഇഷ്ടപ്പെട്ടു. ലോകത്തെവിടെയാണെങ്കിലും എന്റെ ഫൈനൽ ഡിഫൻസിന് അദ്ദേഹം കേൾക്കാൻ വരുമെന്നും അദ്ദേഹത്തെ അറിയിക്കണമെന്നും ഇപ്പോൾ ഗവേഷണത്തിന് വേണ്ടത് എന്തൊക്കെയാണെന്നും അരുൺ ബാബുവിനോട് പറയാമെന്ന് പറഞ്ഞ് അഭിനന്ദിച്ചിട്ട് അദ്ദേഹം പോയി. എന്നാൽ ആ ഗവേഷണം നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിക്കില്ല എന്ന് അരുൺ ബാബു പറഞ്ഞു. ഇദ്ദേഹം എന്നെ ലൈബ്രറിയിൽ പോകാൻ അനുവദിച്ചില്ല. പല വിഷയങ്ങൾ സിനോപ്സിസ് കൊടുത്തിട്ട് വായിക്കുകയോ തിരുത്തുകയോ ചെയ്യാതെ ആ പേപ്പറുകൾ എനിക്ക് തിരിച്ചു നൽകി. ഒടുവിൽ കോഴ്സ് വർക്കിന്റെ അവസാന നിമിഷം സമുദ്ര മലിനീകരണം എന്ന ഒരു വിഷയത്തിലേക്ക് എത്തി. എന്നാൽ പിന്നീട് ഗവേഷണ രൂപരേഖ നൽകിയില്ല എന്ന് നുണ പറഞ്ഞ് അയാൾ എൻ്റെ ഡോക്ടറേറ്റ് കമ്മിറ്റി നടത്താതെയിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ചേർന്നിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെ ഡോക്ടറൽ കമ്മിറ്റി നടത്തിയിട്ടില്ല. 6 മാസത്തിൽ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നടത്തേണ്ട കാര്യമാണ് ഇപ്പോഴും നടത്താതെ നീണ്ടു പോകുന്നത്. വെളുത്തിരിക്കുക എന്നത് മാത്രമാണ് അരുൺ ബാബുവിന്റെ കണ്ണിൽ പെൺകുട്ടികൾക്ക് ആകെയുള്ള ഗുണം. സ്ത്രീകൾ സ്വർണത്തിനോടും പണത്തിനോടും വസ്ത്രങ്ങളോടും മറ്റും ആർത്തിയുള്ള ഭർത്താവിനെ അലക്കുന്ന ആളുകളായിട്ടാണ് അദ്ദേഹത്തിന്റെ സങ്കല്പം. അയാളത് നാണമില്ലാതെ ഫേസ്ബുക്കിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. കൂടാതെ വിദ്യാർത്ഥികളോട് പരസ്യമായി ജാതി ചോദിക്കുന്ന ഒരു സ്വഭാവവും ഇയാൾക്കുണ്ട്.
ഞാൻ പലപ്പോഴായി എനിക്ക് ഫീൽഡ് വർക്കിന് പോകണമെന്നും ലാബ് വേണമെന്നും ആവശ്യപ്പെട്ടിട്ടും ഇവരെന്നെ വിട്ടിട്ടില്ല. ഒരിക്കൽ ഒരു പൈലറ്റ് സ്റ്റഡി നടത്താൻ അരുൺ ബാബു എന്നോട് പറഞ്ഞു. എന്നാൽ ഫീൽഡിൽ കൊണ്ടുപോകാനുള്ള യാതൊന്നും ലാബിൽ നിന്ന് നൽകിയില്ല. ലക്ഷങ്ങൾ വിലയുള്ള പല മെഷീനുകളും ഞാൻ ഒറ്റയ്ക്ക് വാങ്ങണമെന്നായിരുന്നു ഡോക്ടർ ജൈനി വർഗീസ് പറഞ്ഞത്. പിന്നീട് അരുൺ ബാബു പറഞ്ഞു അങ്ങനെ ഒരു പൈലറ്റ് സ്റ്റഡി നടത്താൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ പറഞ്ഞതിനുള്ള തെളിവ് എൻ്റെ വാട്സപ്പിലുണ്ട്. എന്തു പറഞ്ഞാലും ഫെലോഷിപ്പ് ഉള്ളതല്ലേ, അത് ആർക്കും തരാതെ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ളതാ, എന്നാൽ ഒറ്റയ്ക്ക് മേടിച്ച് ചെയ്തോളണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പല വിധത്തിലും അവർ ഉപദ്രവം തുടർന്നു. ഇതിടയ്ക്ക് പലതവണ എന്നെ കൊണ്ട് പൊടി തുറപ്പിക്കുന്നതിനെ പറ്റിയിട്ടും ഗവേഷണേതര ജോലികൾ ചെയ്യിപ്പിക്കുന്നതിനെ പറ്റിയും ഞാൻ പലപ്പോഴായി പരാതി കൊടുത്തിരുന്നു. എന്നാൽ ഇദ്ദേഹം അപ്പോഴെല്ലാം രൂക്ഷമായ ഭാഷയിൽ അത്തരം പരാതികളെ പുച്ഛിച്ചു. എന്നോട് പലതവണ കോഴ്സ് നിർത്തി പോകാനും എനിക്ക് ക്വാളിറ്റി ഇല്ലെന്നും വല്ല ഇഗ്നോ പോലുള്ള സ്ഥലത്ത് പോയി പഠിച്ചാൽ മതിയെന്നും ഫെലോഷിപ്പ് വെച്ച് കുറെ സമ്പാദിക്കുന്നുണ്ടാകുമെന്നും ഓഡിറ്റിംഗ് സമയത്ത് പലതും ചെയ്യാനും എന്റെ ഫെലോഷിപ്പ് റദ്ദാക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്നും പറഞ്ഞു. എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം പറഞ്ഞു, നിന്നെയൊക്കെ PhD ജയിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുവന്നുവല്ലോ. ഇവിടെ PhD ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പലതും അനുസരിക്കേണ്ടി വരും. സാർ, ഇനി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇമെയിൽ അയച്ചാൽ മതി, ഈ പറയുന്നെല്ലാം തെളിവ് വേണമല്ലോ എന്ന് ഞാൻ തിരിച്ചും പറഞ്ഞു. ലക്ഷങ്ങൾ നഷ്ടപരിഹാരം അടപ്പിക്കും എന്നെല്ലാം ഇദ്ദേഹം നിരന്തരം പറയുമായിരുന്നു. പതിയെ വിഷാദരോഗത്തിന് അടിമയായി ഞാൻ. ഒരിക്കൽ ഭ്രാന്ത് പിടിച്ചവരെ ഷോക്ക് അടിപ്പിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം സുഹൃത്തും ചിരിച്ചു. ഇത് കൂടിയായാൽ ഈ കുട്ടി ഇനി ഇങ്ങോട്ട് വരിക പോലുമില്ല എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു. ഡിപ്രഷൻ എന്നാൽ ഭ്രാന്ത് എന്നാണ് ഇദ്ദേഹത്തിന്റെ ചിന്താഗതി. പലവിധ പ്രശ്നങ്ങളായപ്പോൾ എനിക്ക് മടുത്തു. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. 2 തവണ ശ്രമിച്ചിട്ട് നടന്നില്ല. അങ്ങനെ മരുന്നിന്റെ ഡോസ് ഡോക്ടർ വീണ്ടും കൂട്ടി. 8/8/2025 യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കും വൈസ് ചാൻസലർക്കും റിസർച്ച് ഡയറക്ടർക്കും മറ്റും പരാതി നൽകി. ഇന്ന് വരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇന്ന് ഈ ദിവസം പല തവണ അപേക്ഷകൾ നൽകിയിട്ടും ലാബ് കിട്ടിയിട്ടില്ല. 2 വർഷം കഴിഞ്ഞിട്ടും ഡോക്ടറൽ കമ്മിറ്റി നടത്തിയിട്ടുമില്ല. ഇത്തരത്തിൽ പല വിവേചനങ്ങളും നടക്കുന്നത് മുതലെടുത്തുകൊണ്ട് റൂംമേറ്റ് ആയ ഒരു പെൺകുട്ടി അവർക്ക് ഹോസ്റ്റൽ റൂം ഒറ്റയ്ക്ക് കിട്ടാൻ പലതരത്തിൽ ഉപദ്രവം തുടങ്ങി. 2 വർഷം റൂമിനകത്ത് മേശ ഉപയോഗിക്കാൻ ഈ സ്ത്രീ സമ്മതിച്ചില്ല. ഞാൻ പഠിക്കുന്നത് അവർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് അവർ പറഞ്ഞത്. ഇനിയൊരു പാനിക് അറ്റാക്ക് വന്നാൽ അവർ അത് സർവൈവ് ചെയ്യില്ലെന്നും മരിക്കുമെന്നും അവർ എന്നോട് പറഞ്ഞു. അങ്ങനെ ഉണ്ടായാൽ അവർക്കൊരു വിഷമം വന്നു എന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെ പുറത്തുനിന്നുള്ള സുഹൃത്തുക്കൾ വന്ന് എന്നെ ഉപദ്രവിക്കുമെന്ന് ഈ സ്ത്രീ ഭീഷണിപ്പെടുത്തി. ഉപയോഗിച്ച സാനിറ്ററി നാപ്കിനുകളും ടോയ്ലറ്റ് ഒരു കപ്പിൽ പുഴുവരിച്ച ഭക്ഷണ സാധനങ്ങൾ റൂമിൽ വെച്ച് ഇവർ വീട്ടിൽ പോകും. ഒരുപാട് ദിവസത്തെ സാനിറ്ററി പാടുകൾ ഇങ്ങനെ ചോരയിൽ കുതിർന്ന് ചീഞ്ഞിരിക്കും. ഇതുകൂടാതെ ടോയ്ലറ്റിൽ ഷേവ് ചെയ്ത രോമങ്ങൾ മറ്റും ഇട്ടിട്ട് പോകും, ഫ്ലഷ് ചെയ്യില്ല. അങ്ങനെ ഒരിക്കൽ ഞാൻ അറിഞ്ഞു കുത്തിട്ടിരിക്കുന്നു. ഈ പെൺകുട്ടി എൻ്റെ റൂംമേറ്റ് അനഘയ്ക്ക് ഡിപ്രഷനാണ്. നന്നായി റൂം എനിക്ക് ഒറ്റയ്ക്ക് കിട്ടും. ഇന്ന് ഞാൻ പോയി ആഘോഷിക്കും, റൂമിൽ പോയിട്ട് കുക്ക് ചെയ്യുമെന്ന് ഞാൻ എന്നെല്ലാം പറഞ്ഞു എന്ന്. തുടർച്ചയായി എൻ്റെ പുസ്തകങ്ങളും നോട്ട് പുസ്തകങ്ങളും പണവും ഉടുപ്പുകളും മറ്റു പല വസ്തുക്കളും കാണാതാകുന്നുണ്ടായിരുന്നു. വീട്ടിൽ പോയി വരുമ്പോൾ എൻ്റെ ചെരുപ്പ് മഴയത്ത് ചളി പിടിച്ച് ഹോസ്റ്റലിൻ്റെ പറമ്പിൽ ഏതെങ്കിലും മൂലയിൽ നിന്നും കിട്ടും. എന്തൊരു ദുരന്തം, എന്തൊരു കഷ്ടം. അല്ലെങ്കിൽ പൂർണ്ണമായും കാണാതാവും. ഒരിക്കൽ ഈ പെൺകുട്ടി എൻ്റെ വസ്ത്രം ചവിട്ടിയായി ഉപയോഗിച്ചു. ആ റൂം ഒഴിയണമെന്ന് ഒരിക്കൽ നേരിട്ട് പറഞ്ഞു. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് യൂണിവേഴ്സിറ്റിയിൽ. നാഥനുള്ള കളരി പോലെ പലരെയും ഭയന്ന് പാവ പോലെ നിൽക്കുന്ന അധികാരികളാണ് ഈ വിവിധ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ കാരണം. ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ മുതലക്കണ്ണീർ ഒഴുക്കി കപട സഹതാപം നടിച്ചു വന്നിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പുച്ഛം തന്നെ തോന്നുമെന്ന് എനിക്കറിയാം. ചിലപ്പോൾ സന്തോഷിക്കുന്നവരുണ്ടാകും.
പക്ഷേ പിന്നീട് ഒരിക്കൽ നിങ്ങൾ ആരും പറയരുത് അവൾ പറഞ്ഞിരുന്നില്ല, ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന്. സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലയിലെ മലയാള സർവകലാശാലയിലെ ഒരു പെൺകുട്ടി അവരുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. അവളുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടും. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആ പെൺകുട്ടി ഈ ലോകത്ത് നിന്ന് പോവും, ആത്മഹത്യ ചെയ്യും. റാമിനെ പോലെ ചില അധ്യാപകർ അവിടെ ഉണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്കറിയില്ലേ റാമിനെ? അദ്ദേഹത്തിന്റെ കാരണത്താൽ ആത്മഹത്യ ചെയ്തു പോയ ഒരു ദളിത് ബാലൻ നിങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ലേ? അതുപോലെ വീണ്ടും ഒരു കുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? പറയൂ. ദയവ് ചെയ്ത് പറയുകയാണ്, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അധികാരികളുടെ കയ്യിലേക്ക് കാര്യങ്ങളെല്ലാം എത്തണം. എന്തോ ഒരു അതീവ വേദന അനുഭവിച്ചിട്ടാണ് ആ പാവം പെൺകുട്ടി ഇത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എത്ര ഭീകരമാണ് ജാതീയത നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടമാടുന്നതെന്ന് മനസ്സിലാക്കണം. എന്തൊരു ക്രൂരതയാണ് ഒപ്പം പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു പെൺകുട്ടിയോട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. കറുപ്പ് നിറമായതിനാൽ എന്തൊരു ക്രൂരതയാണ് ഇവരോട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അധികാരികൾ ഇതിൽ ശക്തമായിട്ട് അടുത്ത നിമിഷം തന്നെ ഇടപെട്ടില്ലെങ്കിൽ ഒരു പെൺകുട്ടി കൂടി, അല്ലെങ്കിൽ ഒരു ദളിത് പെൺകുട്ടി കൂടി മരിച്ചു പോകും. ഇവിടെയുള്ള അതിനുശേഷമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാര്, ഇവിടെയുള്ള സാംസ്കാരിക നായകന്മാര് വിളക്ക് കൊളുത്തും, എന്താ പറയുക, മെഴുകുതിരി കത്തിക്കും, പ്രസംഗിക്കും, കവിത എഴുതും, നാടകം എഴുതും. എന്നാത്തിന്? ഇവരിപ്പോഴും ജീവനോടെയുണ്ട്. സഹായിക്കാൻ കഴിയുന്നവർ നാളെയോ മറ്റന്നാളോ സഹായിക്കണം. എവിടെ ഇവിടുത്തെ SFIയും KSCയും ഒക്കെ? എവിടെ? ഇത്തരം കുഞ്ഞുങ്ങളെ സഹായിക്കാൻ നിങ്ങൾ ഇറങ്ങണ്ടേ? ഇത്തരം അധ്യാപകർ അത്തരം സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കേണ്ടത് കൂടി, അങ്ങനത്തെ ഒരു ചുമതല കൂടി ഇവിടുത്തെ SFIക്കാർക്കും KSCക്കാർക്കും ഇവിടുത്തെ യുവജന സംഘടനകൾക്കും ഇല്ലേ? എൻ്റെ ഒരു ഹംബിൾ ക്വസ്റ്റ്യൻ വായിച്ച് എനിക്ക് നെഞ്ചു നീറുന്നു, സങ്കടം വരുന്നു. എന്തോരാണ് ആ പെൺകുട്ടി അനുഭവിക്കുന്നത്? പഠിക്കാൻ വിവരമുള്ള, അറിവുള്ള, നോളജുള്ള ഒരു പെൺകുട്ടി. ജാതി മതം നോക്കാതെ അവരേതോ ഒരു പ്രബന്ധം നടത്താൻ തീരുമാനിച്ചിരുന്നു. അത് എത്രയോ ഗ്രേറ്റ് ആയിരുന്നു. പക്ഷെ അത് അവർക്കിനി നടത്താൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ദളിത് പെൺകുട്ടി, ആ ദളിത് പെൺകുട്ടിയെ ചാരമാവാൻ നിങ്ങൾ വിടരുത്. അധികാരികൾ ഇത് കാണണം. അവരുടെ മുമ്പിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിലപ്പോൾ 10 പേരാവും എൻ്റെ ഈ വീഡിയോ കാണുക. വെറും 10 പേര്, എനിക്ക് ഉറപ്പാ. വെറും 10 പേരായിരിക്കും കാണുക. ആ 10 പേരെങ്കിലും 100 പേർക്ക് വെച്ചത് അയച്ചു കൊടുക്കണം. മനസ്സിലാക്കണം. നമ്മുടെ അടുത്തൊരു ഇരയെ ഉണ്ടാക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപേക്ഷയാണ്. ഒപ്പം നിൽക്കുമെന്നുള്ള വിചാരത്തോടെ. ബൈ.